കടുക്കുന്ന വേനൽച്ചൂടിനൊപ്പം വിദ്യാർത്ഥി സമൂഹവും പരീക്ഷാ ചൂടിലേക്ക് പ്രവേശിക്കുകയാണ്. സംസ്ഥാനത്ത് SSLC പരീക്ഷ മാർച്ച് 11-ന് ആരംഭിക്കും. 23-ന് സമാപിക്കുന്ന രീതിയിലാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. IT പരീക്ഷകളുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൽ ആദ്യം തന്നെ താളപ്പിഴകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് കാണുവാൻ കഴിഞ്ഞത്. തിങ്കളാഴ്ച മുതൽ 2-3 ദിനങ്ങളിലായി IT പരീക്ഷ നടത്താനായിരുന്നു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CD കഴിഞ്ഞ ആഴ്ചയിൽ വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന സെമിനാറിൽ അധ്യാപകർക്ക് നൽകാനായിരുന്നു തീരുമാനമെങ്കിലും CD യഥാസമയം എത്താതിരുന്ന മൂലം തിങ്കളാഴ്ച കാര്യമായി ഒരിടത്തും തന്നെ പരീക്ഷ നടത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി പരീക്ഷ ക്രമീകരിക്കാൻ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ള തത്രപ്പാടിലാണ് സ്കൂൾ അധികൃതരും പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ വേഴമള്ളി ദിവസങ്ങളിൽ ബന്ധപ്പെട്ട CD എക്സ്റ്റേണൽ പരീക്ഷ നടത്തിപ്പുകാർക്ക് നൽകുകയും ബന്ധപ്പെട്ട സ്കൂളുകളിലെത്തി ശനിയാഴ്ചയ്ക്ക് മുമ്പായി ഇവ ഇൻസ്റ്റാൾ ചെയ്യുകയും ഇതനുസരിച്ച് തിങ്കളാഴ്ച പരീക്ഷ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതുമായിരുന്നു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തതോടെ തിങ്കളാഴ്ച മാത്രമാണ് പല സ്കൂളുകളിലും CD ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തിങ്കളാഴ്ച CD ഇൻസ്റ്റാൾ ചെയ്യാൻ പോലും കഴിയാത്ത ചില സ്ഥലങ്ങളും ഉണ്ടായി. 3-4 കമ്പ്യൂട്ടറുകൾ മാത്രമുള്ള സ്കൂളുകളിൽ കൂടുതൽ വിദ്യാർത്ഥികളുള്ള സാഹചര്യം കണക്കിലെടുത്ത് 2 ദിനം കൊണ്ട് പരീക്ഷ നടത്താൻ കഴിയാത്ത സാഹചര്യവും ഉടലെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിച്ച് തലപുകയുന്ന സാഹചര്യമാണ് പല സ്കൂൾ അധികൃതരും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇതിലുപരി ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സർക്കാർ ജീവനക്കാർ പണിമുടക്ക് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ പരീക്ഷ പൂർണ്ണമായി തന്നെ അലങ്കോലപ്പെടുമെന്നുള്ള ആശങ്കയും ശക്തമായി ഉയർന്നിട്ടുണ്ട്. ആദ്യ പരീക്ഷാ നടത്തിപ്പ് തന്നെ അലങ്കോലപ്പെട്ട സാഹചര്യത്തിൽ തുടർന്നുള്ള പരീക്ഷകളെ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നറിയാതെ വിഷമിക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥി ലോകവും.